ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. യാത്ര ചെയ്യുമ്പോഴുള്ള തലകറക്കം, തലപ്പെരുപ്പ്, ഛർദിൽ എന്നിവ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് കാറിൽ സഞ്ചരിക്കുമ്പോഴായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിമാനത്തിലായിക്കോട്ടെ, ഒരുപാട് പേരെ ഇത് അലട്ടുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ തലവേദനയും വോമിറ്റിംഗ് ടെൻഡൻസിയും വരാറുണ്ട്. എൻ്റെ മകൾക്ക് ദൂരയാത്ര പോകുന്ന സമയത്ത് ഛർദിൽ വരുന്നത് കൊണ്ട് കയ്യിൽ ബാഗും കൊണ്ടാണ് വാഹനത്തിലിരിക്കുന്നത്. നമ്മൾ ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് നൽകിയാൽ പോലും ഛർദിൽ വരും എന്നുള്ളൊരു ഭയത്തോടു കൂടിയാണ് ആൾ വാഹനത്തിലിരിക്കുന്നത്. ഇത് സാധാരണ കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുമുള്ള, ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളെയാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സാധാരണ വാഹനയാത്ര, അത് ഏത് തരത്തിലുള്ള വാഹനവും ആയിക്കോട്ടെ, വാഹനയാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തലപെരുപ്പും തലകറക്കവും ഛർദിലിൻ്റെ ഒരു ടെൻഡൻസിയും വരുന്നതെന്നും ഇത് എങ്ങനെ നമുക്ക് സ്വയം പരിഹരിക്കാൻ സാധിക്കുമെന്നും വിശദീകരിക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം, കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണിത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കാണുന്നതും ആസ്വദിക്കുന്നതും അതിന് നമ്മുടെ സെൻസുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മൂക്ക്, നമ്മുടെ രുചി, നമ്മുടെ സ്പർശനശേഷി, നമ്മുടെ ചെവികൾ, ഇവയെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കാര്യവും മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും ആസ്വദിക്കുന്നതും. എന്നാൽ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന് ഈ സെൻസുകളെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴ വരാം. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിലുള്ള നമ്മുടെ ബാലൻസ് ചെയ്യുന്ന മെക്കാനിസം, നമ്മൾ വാഹനം ചെറുതായിട്ട് കുലുങ്ങുമ്പോൾ നമ്മുടെ ഈ ബാലൻസിങ്ങിനകത്ത് ചെറിയ വ്യത്യാസം വരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സൈഡിലുള്ള ഗ്ലാസ് വഴിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾ വളരെ പെട്ടെന്ന് പുറകിലേക്ക് ഓടുന്നത് കാണാം. അതായത് നമുക്കറിയാം നമ്മൾ മുന്നിലേക്ക് നമ്മുടെ ശരീരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതേസമയം തന്നെ ചെറുതായിട്ട് കുലുങ്ങുന്നു. അതേസമയം നമ്മൾ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാഴ്ചകൾ എല്ലാം പുറകിലേക്ക് സഞ്ചരിക്കുന്നു. ഒരേ സമയം തന്നെ 3 തരത്തിലുള്ള ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ തലച്ചോറിന് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഒരു കൺഫ്യൂഷൻ വരും. ഇതേപോലെ തന്നെ നമ്മൾ വിമാനത്തിൽ യാത്രയാണെന്നിരിക്കട്ടെ, നമ്മൾ വിമാനത്തിൽ നമുക്ക് ആ ഒരു യാത്ര കിലോമീറ്ററുകൾ സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നതൊന്നും അനങ്ങാതെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇതും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതേപോലെ തന്നെ വിമാനത്തിന് പെട്ടെന്ന് വരുന്ന കുലുക്കം നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാം. ചിലർക്ക് ഈ വാഹനത്തിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന മണം, പലപ്പോഴും ഡീസൽ വാഹനത്തിനകത്തെല്ലാം ചിലപ്പോൾ സ്മെല്ലുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ ട്രെയിനിനകത്ത് പുകയുടെ സ്മെല്ല് വരുമ്പോഴെല്ലാം തന്നെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ എത്രത്തോളം ഈ മണം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ നമുക്ക് മൂക്കിലേക്ക് തുടർച്ചയായിട്ട് വരുന്ന സ്മെല്ല് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തലച്ചോറ് ഇതേ കോർഡിനേഷൻ്റെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയും ഈ തലച്ചോറിനൊരു കൺഫ്യൂഷൻ വരികയും ചെയ്യുന്നു. സാധാരണ തലച്ചോറിന് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം തന്നെ ഇത് നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്ന ഒരു പ്രോസസ്സ് വയർ നിർത്തിവെക്കുന്നു. ഗ്യാസ്ട്രിക് എംറ്റിയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിൽക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഉമിനീര് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. വായ്ക്കകത്ത് ഉമിനീര് ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു വരുന്നു. അതോടൊപ്പം തലയ്ക്ക് ഒരു പെരുപ്പ് അനുഭവപ്പെടുന്നു, ചെറിയ തലക്കറക്കം അനുഭവപ്പെടുന്നു. ഇത്രയുമാണ് സാധാരണ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ. തുടർന്ന് നമുക്ക് വല്ലാണ്ട് മനം പുരട്ടൽ വരികയും നമുക്ക് ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു തവണ ഛർദ്ദിച്ചു തുടങ്ങിയാൽ പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഛർദ്ദൽ, നമ്മുടെ വയറിനകത്തുള്ള എല്ലാ വസ്തുക്കളും പുറത്തേക്ക് പോകുന്നത് വരെ ഛർദ്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതോടൊപ്പം അസഹ്യമായ തലവേദന, കണ്ണിൻ്റെ ഭാഗത്ത് വേദന, പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഴഞ്ഞു കിടന്ന് നമ്മൾ യാത്ര കഴിഞ്ഞിരുന്നാൽ പോലും ഈ ക്ഷീണം മാറണമെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമ്മുടെ തലച്ചോറ് നോർമലാകത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ രീതിക്കാണ് യാത്ര പോകുന്ന എല്ലാവർക്കും തലപ്പെരുപ്പും ഛർദിലും ഉണ്ടാകുന്നത്. ഇത് സാധാരണഗതിയിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുമെങ്കിലും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകൾക്കും ഉണ്ടാകാം, ഗർഭിണികൾക്ക് ഇത് വളരെ കൂടുതലായിട്ടുണ്ടാകാം, കുട്ടികൾക്ക് ഈ പ്രോബ്ലം കോമൺ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നവർക്ക്, തലകറക്കത്തിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക്, അതേപോലെ മൈഗ്രെയിൻ്റെ ടെൻഡൻസി ഉള്ളവർക്കും ഇതോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് വോമിറ്റിംഗ് ടെൻഡൻസിയും തലപെരുപ്പും തലവേദനയും എല്ലാം കണ്ടുവന്ന് വരാം. യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തലവേദനയും തലകറക്കവും വരുന്നവർക്ക് പലപ്പോഴും ഈ അസ്വസ്ഥത കാരണം യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ പോലും ഭയമാണ്. പലപ്പോഴും എവിടേക്കെങ്കിലും യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് 2 ദിവസം മുമ്പേ തന്നെ ഇവരിതിനെപ്പറ്റി അങ്കലാപ്പ് തുടങ്ങും. വല്ലാത്ത ഒരു അപ്രിഹെൻഷൻ ആയിരിക്കും. പലപ്പോഴും യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ ഫുഡ് കഴിക്കണോ വേണ്ടയോ, എവിടെ ഇരിക്കണം, തലവേദന വന്നാൽ ഞാനിനി എന്ത് ചെയ്യും, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ വാഹനം എവിടെ നിർത്തും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ഇവർ പലപ്പോഴും ആ യാത്രയുടെ ഒരു സുഖമോ അല്ലെങ്കിൽ ഒരു പ്ലഷർ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ ചെന്നെത്തിയെന്ന് വരാം. ഇനി ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ
നമുക്കിതെങ്ങനെ പരിഹരിക്കാം എന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിൻ്റെ കോർഡിനേഷൻ കുറയുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് കോർഡിനേഷന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാതിരിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ദൂരയാത്രയിൽ പോവുകയാണ്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ വാഹനത്തിൽ ഇരിക്കുന്നത് പോലെയല്ല. നമ്മുടെ കണ്ണുകൾ ഒരേ സമയം വർക്ക് ചെയ്യും, നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യും, നമ്മുടെ കൈകൾ പ്രവർത്തിക്കും. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സെൻസുകളും പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിൽ വോമിറ്റിംഗ് ടെൻഡൻസിയോ ഇല്ലെങ്കിൽ തലകറക്കമോ വരാനുള്ള സാധ്യത കുറവാണ്. സംശയമുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ഈ സാധാരണ വാഹനത്തിൽ ഇരുന്നാൽ വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നവർക്ക് വാഹനം ഓടിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി രണ്ടാമത്തത്, നമുക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതിനെ കുറയ്ക്കാൻ, തലകറക്ക ടെൻഡൻസി കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം, നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് വയറ് നിറയെ ഫുഡ് കഴിക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ തലച്ചോറിനൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ആമാശയത്തിലുള്ള ദഹന പ്രവർത്തനം ആദ്യം നിർത്തിവെക്കുന്നു. ഗ്യാസ്ട്രിക് എംറ്റിങ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിൽ നിന്നും കുടലിലേക്ക് പോകണം. എന്നാൽ തലച്ചോറിന് കൺഫ്യൂഷൻ വരുമ്പോൾ ഇങ്ങനെ പോകത്തില്ല, ആമാശയത്തിൽ തന്നെ ഭക്ഷണങ്ങൾ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ ആമാശയത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും ദഹിക്കത്തുമില്ല. നിങ്ങൾ യാത്രയിലുടനീളം ഛർദ്ദിൽ തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മിതമായിട്ടുള്ള ആഹാരം, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് വിശപ്പ് മാറാനുള്ള ആഹാരം മാത്രം കഴിച്ചുകൊണ്ട്, കഴിയുന്നത്ര എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അമിതമായിട്ട് മസാലകളുള്ളയോ അല്ലെങ്കിൽ എണ്ണ പലഹാരമോ ബേക്കറി സാധനങ്ങളോ കഴിയുന്നത്ര ഈ യാത്രയിൽ നിങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് നിങ്ങളുടെ ഇറിറ്റേഷൻസ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര ഈ യാത്രയിൽ സിവിയറായിട്ട് ഛർദ്ദിലുള്ള ഒരാളുടെ അടുത്ത് പോയി ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ യാത്രയിൽ സംസാരിക്കുമ്പോൾ ഛർദ്ദിലിനെ കുറിച്ചോ തലകറക്കത്തിനെ കുറിച്ചോ തലവേദനയെക്കുറിച്ചോ സംസാരിക്കാതിരിക്കുക. കാരണം ഈ വോമിറ്റിംഗ് ടെൻഡൻസി, മറ്റുള്ളവർ ഛർദ്ദിക്കുന്നത് കാണുന്നതോ ഇല്ലെങ്കിൽ ഈ ഛർദ്ദിലിൻ്റെ സ്മെല്ല് വരികയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനം പുരട്ടലുണ്ടാക്കാനും നിങ്ങളും അതോടൊപ്പം വോമിറ്റ് ചെയ്യാനും കാരണമാകും. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വാഹനത്തിലെ ഒരാൾ ഛർദ്ദിച്ചു തുടങ്ങിയാൽ മറ്റുള്ളവരും തുടർച്ചയായിട്ട് അതോടൊപ്പം കമ്പനിക്ക് ഛർദ്ദിച്ചു തുടങ്ങുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നത്ര കുലുക്കമില്ലാത്ത ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ കാറാണെങ്കിൽ അതിൻ്റെ മുൻസിലിരിക്കാൻ ശ്രമിക്കുക, ബസ്സാണെങ്കിൽ അതിൻ്റെ മുന്നിലേക്ക്, വിമാനമാണെങ്കിൽ മുൻഭാഗത്തേക്ക് കൂടുതൽ നീങ്ങിയിരിക്കാൻ, സീറ്റ് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നത്ര ശ്രദ്ധിക്കുക. അതും നിങ്ങളുടെ തലച്ചോറിന് കുലുക്കത്തിൻ്റെ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങളുടെ കണ്ണുകളുടെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പലപ്പോഴും ഈ അതിവേഗം പുറകിലേക്ക് ഓടി മാറുന്ന സ്പീഡിൽ പോകുന്ന വാഹനത്തിൽ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ വശങ്ങളിലുള്ള നമ്മുടെ കാഴ്ചകൾ പുറകിലേക്ക് ചലിക്കുന്നത് കാണാം. നിങ്ങൾ തുടർച്ചയായി പുറത്തേക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിലിരിക്കുമ്പോൾ മുന്നിലേക്ക് നോക്കിയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കാറിലിരിക്കുകയാണെന്നിരിക്കട്ടെ, മുന്നിലേക്ക് നോക്കുക. നിങ്ങളുടെ വാഹനം മുന്നിലേക്ക് സഞ്ചരിക്കുന്നു, നിങ്ങളുടെ കാഴ്ചകൾ ഫ്രണ്ടിലായിരിക്കും നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നത്. തലച്ചോറിന് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങളുടെ ചെവി ക്ലോസ് ചെയ്ത് വയ്ക്കുക. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുള്ളവർക്ക് നിങ്ങൾ കാറിൻ്റെ AC തണുപ്പടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു തലകറക്കം പോലുള്ള ഇഷ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇയർ പ്ലഗ് വെച്ചിട്ടോ പഞ്ഞി വെച്ചിട്ടോ ചെവി അടച്ചു വെച്ചിട്ടിരിക്കുന്നത് നന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങളൊരു ഇയർഫോൺ ഉപയോഗിച്ച് ചെവിയിൽ കണക്ട് ചെയ്ത്, അത് ഒരേ സമയം തന്നെ നിങ്ങൾക്ക് പാട്ടും കേൾക്കാം, ചെവി ക്ലോസ് ആയും ഇരിക്കും. അങ്ങനെ കേട്ടുകൊണ്ട് കണ്ണടച്ച് സുഖമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വരത്തില്ല. അതല്ലെങ്കിൽ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറക്കമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരു പ്രോബ്ലവുമില്ല. നിങ്ങൾ സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഛർദ്ദിക്കാതെ നിങ്ങൾ ആ സ്ഥലത്തെത്തും. ഉണർന്നിരുന്നാൽ മാത്രമാണ് ഈ കോർഡിനേഷൻ്റെ പ്രശ്നം വരുന്നത്. ഒന്നുകിൽ സുഖമായിട്ട് ഉറങ്ങുക, അതല്ലെങ്കിൽ കണ്ണടച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് കേട്ട് അത് ആസ്വദിച്ചിരിക്കുക. ഛർദ്ദിലിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റി, ചുറ്റും കാണുന്നതിനെ പറ്റിയോ ചിന്തിക്കാതിരിക്കുക. ഇനി മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ വാഹനം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പുസ്തകം എടുത്ത് വായന തുടങ്ങും. കുറേ നേരം കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കാനും തലവേദനയും തലപെരുപ്പും ഉണ്ടാകാൻ കാരണമാകും. ഇപ്പോഴാണെങ്കിൽ സാധാരണ പലരും ചെയ്യുന്നത്, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് അവരുടൻ തന്നെ സ്ക്രോളിംഗ് തുടങ്ങും. കണ്ണ് നിങ്ങൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തലവേദനയും തലകറക്കവും വളരെ പെട്ടെന്ന് വരാൻ കാരണമാകും.
കാരണമാകും. അതുകൊണ്ട് എപ്പോഴും നല്ലത് നിങ്ങൾ ഇത്തരത്തിൽ ഓടുന്ന വാഹനത്തിൽ നിന്ന് കാര്യങ്ങൾ വായിക്കുകയോ നിങ്ങളല്ലെങ്കിൽ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത്. ഇനി വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. പലർക്കും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പൊട്ടിച്ച വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ ഓടുന്ന വാഹനത്തിൽ ഓൾറെഡി നിങ്ങളുടെ ആമാശയത്തിൽ ഇറിറ്റേഷൻസ് ഉള്ള സമയത്ത് ഇത്തരത്തിൽ ഫുഡുകൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ഛർദിൽ വരുന്നതിനും ഛർദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഛർദിൽ വരുന്നതിനും കാരണമാകും. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ ഒരുപാട് പേര് പറയാറുണ്ട് കാറിൻ്റെ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ AC-യുടെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ തലവേദനയും തലപെരുപ്പും ഛർദിലും വരുമെന്ന്. എന്നാൽ മനസ്സിലാക്കുക, അത് AC-യുടെ അലർജി അല്ല. നിങ്ങൾ കാറിനകത്ത് ഒരു ക്ലോസ്ഡ് സ്പേസിൽ ചുറ്റും മൂടി അടച്ചതിന് ശേഷം നിങ്ങൾ വാഹനത്തിൽ അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് തലകറക്കവും ഇറിറ്റേഷനും ഉണ്ടാകുകയും ഛർദിൽ വരുന്നതുമാണ്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ വണ്ടിയുടെ ഗ്ലാസുകൾ അല്പം താഴ്ത്തിയിട്ട് ഉള്ളിലേക്ക് ഫ്രഷ് എയർ വരാൻ തുറസായ സ്ഥലത്ത് നിന്നും പുറത്തുനിന്ന് ശുദ്ധവായു പ്രവേശിക്കാനുള്ള അവസരം നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ കുറയുന്നതും കണ്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ വാഹനത്തിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മണമുള്ള എയർ ഫ്രഷ്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള എയർ ഫ്രഷ്നറുകളിലെ രാസവസ്തു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും വോമിറ്റിങ്ങും തലവേദനയുടെ ടെൻഡൻസി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും ദൂരയാത്ര പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രേസ്, രൂക്ഷഗന്ധമുള്ള സ്പ്രേകൾ അല്ലെങ്കിൽ ഡിവോറൻ സ്പ്രേകൾ ശരീരത്തിന് ഉപയോഗിക്കുന്നതോ എയർ ഫ്രഷ്നർ സ്പ്രേകൾ വാഹനത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ കെമിക്കലിൻ്റെ അലർജിക് റിയാക്ഷൻ കൊണ്ട് ഛർദിലോ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാൻ കാരണമാകും. അതേപോലെ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ വാഹനം പോകുന്ന ദിശയിൽ കഴിയുന്നത്ര വാഹനത്തിൽ ഇരിക്കുക. സാധിക്കുമെങ്കിൽ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരിക്കലും വാഹനത്തിൽ, പ്രത്യേകിച്ച് ട്രെയിനിലെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് മുന്നിലേക്ക് പോകുന്ന ട്രെയിനിൽ പുറകിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു രീതി ഒരിക്കലും ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ ചെയ്യരുത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കും നിങ്ങളുടെ തലച്ചോറിനും ഇറിറ്റേഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതിനും നിങ്ങളുടെ തലച്ചോറിനൊരു കൺഫ്യൂഷൻ വരുന്നതിനും വളരെ പെട്ടെന്ന് വോമിറ്റിംഗ് ടെൻഡൻസിയിലേക്ക് ഇത് പോകുന്നതിനും കാരണമാകും. അതുകൊണ്ട് വാഹനം പോകുന്ന ഡയറക്ഷനിൽ തന്നെ എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളായിക്കോട്ടെ, ഗർഭിണികളായിക്കോട്ടെ, അല്ലെങ്കിൽ വയസ്സായവരോ സ്ത്രീകളോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം, തലപെരുപ്പ്, ഛർദിൽ ടെൻഡൻസികൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ യാത്രയിലുണ്ടാകുന്ന തലവേദനയ്ക്കും തലകറക്കത്തിനും ഛർദിലിനും വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. നല്ലൊരു ഡോക്ടറെ കണ്ട് യാത്ര പോകുന്നതിന് തൊട്ട് മുന്നേ മുതൽ ഈ മെഡിസിൻ കുറച്ച് തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഡൻസി പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം യാത്രയിൽ ഛർദിൽ ടെൻഡൻസി വരുന്ന, തലപെരുപ്പ് വരുന്ന ഒരുപാട് പേര്, ഈ ഒരു അസ്വസ്ഥത കാരണം യാത്ര പോകാൻ മടിക്കുന്നവരും യാത്രയിലുള്ള സന്തോഷം നഷ്ടപ്പെടുന്നവരും ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.